സെപ്റ്റംബർ 20 അയ്യപ്പ ഭക്തജന സംഗമം നടത്തുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. നമുക്കറിയാം, വരുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ്. ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്തിനാണ് ഓടിച്ചിട്ട് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? കയ്യിൽ നിന്ന് ചോർന്നു പോയ വോട്ടുകളൊക്കെ തിരിച്ചെടുക്കാനാണ് എന്നുള്ളത്, അതായത് മറ്റ് ചിലരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം അറിയാവുന്ന കാര്യമാണ്. അതിൽ പ്രത്യേകിച്ചൊരു എന്താ പറയുക, വിലയിരുത്തലുകളോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചർച്ചയോ ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം, വോട്ട് നന്നായി ചോർന്നു പോയി CPM-ൻ്റെ പോക്കറ്റിൽ നിന്ന്. അതും ഈ കൂടുതലും ചോർന്നു പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? BJP-യിലേക്കാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിന് വിളിക്കുമ്പോൾ ഭക്തരായിട്ടുള്ളവരെ വേണ്ടേ വിളിക്കാനായിട്ട്? എന്തർത്ഥത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും മകൻ ഉദയനിധി സ്റ്റാലിനെയും ഒക്കെ വിളിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഏറ്റവും നിരീശ്വരവാദിയായിട്ടുള്ള ഒരു നേതാവ്, മാത്രമല്ല സനാതനധർമ്മം എന്ന് പറയുന്നതേ മഹാമാരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ്. ഇവരെയൊക്കെ ആനയിച്ചിരുത്തുന്നത് ആരെ ബോധിപ്പിക്കാനാണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭക്തജന സംഗമമാണ്, അവിശ്വാസി ജനസംഗമമല്ല നടത്തുന്നത്. അപ്പോൾ ഭക്തജന സംഗമം നടത്തുമ്പോൾ ഭക്തന്മാരെ തന്നെ അതിൽ ഉൾപ്പെടുത്തണം. ഇനിയിപ്പോൾ ഈ സംഗമം തുടങ്ങുമ്പോൾ രഹ്ന ഫാത്തിമയോ നിള നമ്പ്യാരോ അങ്ങനെയുള്ള ഭക്തരെ കൂടി കൊണ്ടുവന്ന് ഇരുത്തുമോ എന്നുള്ളത് അറിയില്ല. ബിന്ദു അമ്മണിയൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അവരുടെയൊക്കെ, അതായത് CPM-ൻ്റെ ഒരു നിലവാരം അനുസരിച്ച് ഇവരൊക്കെയാണ് ഭക്തർ. അവരെ ഭക്തരായിട്ട് കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ, അതായത് CPM മന്ത്രി പറയുന്നത് പ്രത്യേകിച്ച് ഒരു ദുരുദ്ദേശമൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഒരു ഭക്തജന സംഗമം അങ്ങ് നടത്തുകയാണ്, ഞങ്ങൾക്ക് ഇരുന്നപ്പോൾ എന്തോ ബോധോദയം ഉണ്ടായി, അതുകൊണ്ട് ഒരു ഭക്തജന സംഗമം നടത്തുകയാണ് എന്ന് പറയുന്നത്. ഈ ഭക്തജന സംഗമം നടത്താൻ ഈ CPM-കാർക്ക് എങ്ങനെയാണ് അവകാശം കിട്ടുന്നത്? അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് പമ്പാതീരത്ത് വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു ഭക്തജന സംഗമം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? നമുക്കറിയാം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് കാറൽ മാർക്സ് ആണ്. അപ്പോൾ അതിന് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ചില ഉള്ളുകള്ളികളൊക്കെ ഉണ്ട്. ആ ഉള്ളകള്ളികളിലേക്ക് ഹൈന്ദവ വിശ്വാസികളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി അവർ തിരിച്ച് മാർക്സ് തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്താണ്? അത് പറയുന്നത് ആത്മാവില്ലാത്ത ലോകത്തെ ആത്മാവാണ് മതം എന്നുകൂടി മാർക്സ് പറഞ്ഞിട്ടുണ്ട്. മാർക്സിൻ്റെ ഈ ഒരു വചനം കൂടി അവർ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് ഹൈന്ദവ വിശ്വാസികൾ. സത്യത്തിൽ ഈ ഹൈന്ദവ വിശ്വാസികൾ എന്ന് പറയുന്നത് ശുദ്ധമണ്ടന്മാരാണോ എന്നുള്ളത് ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ഈ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നിരീശ്വരവാദികളിലേക്ക് നേരം പോക്കുകളിലൊക്കെ ചെന്ന് തലവെച്ച് കൊടുത്തുകൊണ്ട് അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം എന്താ പറയുക, തീരെഴുതി കൊടുത്തുകൊണ്ട് അവരുടെ തലച്ചോറിനെ ആകെ അവർക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് ഹൈന്ദവ ധർമ്മവിശ്വാസികളെ പോലെ ഒരു വിഭാഗം വേറെ ഉണ്ടാകില്ല. ഇപ്പോൾ സത്യത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് മാത്രമേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. കാരണം എവിടെയൊക്കെ ചില ബോധോദയം ഉണ്ടായി. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന, അതായത് ഈ പ്രീണനത്തിനെതിരെ ഹൈന്ദവർ ഒന്നാകെ ഒന്നിക്കാൻ തുടങ്ങി. ആ ഒന്നിക്കലിനെ ഭയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഒന്നിക്കുമ്പോൾ ഈ തദ്ദേശത്തിലും നിയമസഭയിലുമൊക്കെ വോട്ട് ബാങ്ക് വീഴില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, 2013 പാലക്കാട് CPM പ്ലീനം നടന്നല്ലോ. ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ഇതിൽ പാർട്ടി നേതാക്കളോ അംഗങ്ങളും ദൈവവിശ്വാസം പുലർത്താൻ പാടില്ല, ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ പാടില്ല എന്നാണ്. എന്നാൽ പാർട്ടി അംഗങ്ങൾക്കാകാം. കാരണം പാർട്ടി അംഗങ്ങൾക്ക് അനുഭാവികൾക്കോ അതിനെ ഒരു ഇത് കൊടുത്തില്ലെങ്കിൽ, അതായത് ഒരു മാറ്റം തുടങ്ങുന്ന കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ഇവർക്ക് ആചാരാനുഷ്ഠാനങ്ങൾക്കും വിശ്വാസത്തിനുമൊക്കെ ഒരു ബ്രേക്ക്, അതായത് അതിനെ ഒരു ബ്രേക്ക് ചെയ്യാനായിട്ട് തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേറെ പ്രശ്നങ്ങൾ ആ സമയം മുതൽ, ആ കാലഘട്ടം മുതൽ ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ പാർട്ടിയിലെ ഹിന്ദുക്കളെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടിയല്ലേ CPM ഈ നിലപാടെടുക്കുന്നത്? CPM-ൻ്റെ ഈ നിലപാട് നമുക്ക് മറ്റു മതസ്ഥരായ നേതാക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാറുണ്ടോ? അവരുടെ എല്ലാ വിഭാഗത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ദഹിക്കാത്ത പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതാണ് പറയുന്നത്,
വിശ്വാസത്തെ അതിനെ ബുദ്ധി കൊണ്ട് അളക്കാൻ നിൽക്കരുത്. അതൊരു വേറെ തലം തന്നെയാണ്. അതിനെ ആ വഴിക്ക് വിടുകയാണ് വേണ്ടത്. എല്ലാവർക്കും ദോഷകരമാകുന്ന രീതിയിലേക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന്, ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ നിന്ന് ഒരു വിശ്വാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ശക്തിയുക്തം എതിർക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. ഒന്നടങ്കം ഹൈന്ദവ വിശ്വാസമേ തെറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചയാണ് CPM കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ മറ്റു മതസ്ഥരുടെ മതാചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും വിലക്കാൻ തുനിയാറില്ല. വിലക്കിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്നുള്ളത് നന്നായിട്ടറിയാം. അതായത് ഈ ഹൈന്ദവ വിശ്വാസികൾ വായിൽ സിബിട്ടിരിക്കുന്നത് പോലെ മറ്റു മതസ്ഥർ ഇരിക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, തെയ്യത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളാട്ട് കർമ്മം നടക്കാറുണ്ട്. ഈ വെള്ളാട്ട് നടത്തിയിട്ടുള്ള ഒരു പാർട്ടി അംഗത്തിനെതിരെ നടപടിയെടുത്ത ഒരു ചരിത്രം കൂടി ഈ പറയുന്ന CPMനുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ, ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, അങ്ങനെ CPM പരമ്പരയിലുള്ള മന്ത്രിമാരൊക്കെ തന്നെയും ഈ ക്ഷേത്രങ്ങൾ ഏതെങ്കിലും ഒരു കാരണവശാൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാഴ്ച ബംഗ്ലാവിലേക്കൊക്കെ പോകുന്നത് പോലെയാണ്. തീർത്ഥം വാങ്ങി നിലത്തൊഴിക്കുക. നമുക്ക് വിശ്വാസം വേണമെന്നില്ല, പക്ഷേ നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റേതായ ചുറ്റുപാടിലുള്ള കാര്യങ്ങളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു മര്യാദയുണ്ട്. ആ മര്യാദ പോലും പാലിക്കാത്തവരാണ് ഈ CPMൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. ഈ പാർട്ടി അംഗങ്ങളും അനുഭാവികളുമായിട്ടുള്ള ഹിന്ദുക്കളെയൊക്കെ ഈ പറയുന്ന രീതിയിൽ ഒന്ന് പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമുക്കറിയാം, ശബരിമലയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ AKGയുടെ കാലം മുതൽ പാർട്ടി അംഗങ്ങൾ വ്രതമെടുത്ത് മലയ്ക്ക് പോകുന്നത് CPM നിരുത്സാഹപ്പെടുത്തുകയും വിലക്കുകയും ഒക്കെ ചെയ്തതാണ്. ശബരിമല ക്ഷേത്രം ചില തീവെച്ച് നശിപ്പിച്ചതിനെക്കുറിച്ച് പരിശോധിക്കാനായിട്ട് മുൻ സർക്കാർ നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്താമെന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത് EMS നമ്പൂതിരിപ്പാട്. ആ സർക്കാർ പിന്നീട് ഇതിന് തയ്യാറാകാതെ ഹിന്ദുക്കളെ ഒന്നടങ്കം വിശ്വസിച്ച ഒരു കാര്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോഴേക്കാണ് നമ്മൾ കാണുന്നത് ശബരിമലയിൽ പോലീസിന്റെ സംരക്ഷണത്തിൽ യുവതികളെ പ്രവേശിപ്പിച്ച വിഷയം. ഇതിനെ കൂട്ടുപിടിച്ച സുപ്രീം കോടതി വിധി വിശാല ബെഞ്ച് അസാധുവാക്കിയിട്ട് പോലും തെറ്റുപറ്റിയെന്ന് പറയാനായിട്ട് CPM തയ്യാറായില്ല. മാത്രമല്ല, യുവതീ പ്രവേശനത്തിനെതിരെ സമരം ചെയ്തിട്ടുള്ള അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത ആയിരക്കണക്കിന് കേസുകൾ അത് പിൻവലിക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചവർ കാലഘട്ടങ്ങൾ മാറി വരുമ്പോഴും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം അയ്യപ്പ ഭക്തജന സംഗമം ഇപ്പോൾ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ സംഘടിപ്പിക്കുള്ളൂ. അതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഞ്ഞിവെള്ളം കുടിച്ചാലും മതി. ഇനി അതൊന്നുമില്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചാലും നമുക്ക് മനസ്സിലാകും. ഈ പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. ഈ അങ്ങേരുടെ ഹുങ്ക് എന്ന് പറയുന്നത് ഭരണമാണ്. ആ ഭരണത്തിന് മേലിലാണ് ഈ കയറിയിരുന്ന് ഇമാതിരി താണ്ഡവം നടത്തുന്നത്. ഈ താണ്ഡവം എന്ന് പറയുന്നത് എന്നാണ് ഹിന്ദുക്കൾ ഇളകുന്നത് എന്നറിയില്ല. അതോടുകൂടി തീരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇതിൽ ഈ പറയുന്ന പിണറായി വിജയനും സർക്കാരും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ ചിന്തിക്കുന്നത് അധികാര തുടർച്ചയാണ്. ഈ 9 വർഷത്തെ ഭരണത്തിലുടനീളം പിണറായി സർക്കാർ ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 3ാം വട്ടം കൂടി അധികാരത്തിലേറാനായിട്ടാണ് ഇപ്പോഴത്തെ ഈ ശ്രമം. അതിനുവേണ്ടി ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മരുമകന് കൃത്യമായും മുഖ്യമന്ത്രി കസേര കൈമാറുക എന്നുള്ളൊരു കൃത്യമായ ഒരു ലക്ഷ്യം കൂടി പിണറായിക്ക് ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് CPM പോകുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാനായിട്ട്. അവിടെ വോട്ട് ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ, അയ്യോ ഞാൻ എങ്ങനെയാണ് ഇതിനെ മറന്നുകൊണ്ട്, അതായത് അരിവാൾ ചുറ്റുകയാണല്ലോ, അറിയാതെ എൻ്റെ കൈ അവിടെ കുത്തിപ്പോയി എന്നുള്ളതാണ്. 2 ടേമിൽ ഭരിച്ച ദുർഭരണം എന്നല്ലാണ്ട് ഇതിനെ മറ്റൊരു വാക്ക് കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്ത രീതിയിലാണ്. ഇനിയൊരു ഭരണം വരുമ്പോൾ മരുമകന് ഈ അധികാര കസേര കൈമാറിക്കൊണ്ട് വീണ്ടും മറ്റൊരു ദുർഭരണം നടത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ശബരിമലയിൽ വിമാനത്താവളം പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് അഴിമതി നടത്താനുള്ള നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് തങ്ങൾ അയ്യപ്പ ഭക്തർക്ക് എതിരല്ല എന്ന് വരുത്തേണ്ടത് ഇതിന് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ അയ്യപ്പ ഭക്തജന സംഗമം പോലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ
രംഗത്ത് വരുന്നത്. എന്തായാലും ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായ അജണ്ടയോടുകൂടി CPM സർക്കാർ LDF സർക്കാർ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് വരുന്നതിനെ നമ്മൾ ശ്രദ്ധയോടെ വിലയിരുത്തേണ്ടതുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.